രേണുസുതി വിഷയം അവസാനിക്കുന്നില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഓരോരുത്തരും രംഗത്ത് വരുന്നുണ്ട്. ക്യാഷ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണില്ല. ക്യാഷ് കൊടുത്തവർ ഓരോരുത്തരായിട്ട് ഇപ്പം രംഗത്ത് വരുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഈ സുധീരയുടെ ഈ ഫീൽഡിലുള്ള അതേ സുധിയെപ്പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാൽ സുധി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട. ആ അതേ മുഖഛായയുള്ള മനുഷ്യൻ ഈ ഒരു ആൾ വന്നിരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുധീര മോന് ഇളയ കുട്ടിക്ക് ഈ ആളിനെ ഭയങ്കര ഇഷ്ടമാണ്, സുധിയെപ്പോലെ ഇരിക്കുന്നത് കൊണ്ട് അപ്പ എന്ന് ഉള്ള രീതിക്കാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഓരോരോ കാര്യങ്ങളും ഈ ആൾ തുറന്ന് പറയുന്നുണ്ട്. സുധി മരിക്കുന്നതിന് മുമ്പ് കോട്ടയത്ത് അവിടെ കിച്ചുവിന് എന്തോ ഒരു അനുഭവം ഉണ്ടായി. കിച്ചുവിൻ്റെ ലൈവിൽ അത് കിച്ചു തുറന്ന് പറയുന്നില്ല, കിച്ചു അരിവും മൂലയും പറയുന്നുണ്ട്. മൊത്തത്തിൽ ആ ലൈവിൽ പറയണ ഫുള്ളും വീണയെ കുറിച്ചിട്ടായിരുന്നു. സുധീര രണ്ടാം ഭാര്യ വീണയെ കുറിച്ചിട്ട്. വീണ വെറും മോശക്കാരിയായിട്ടുള്ള രീതിക്കും ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വീണ ഉള്ളതെല്ലാ കാര്യങ്ങളും വോയിസിലൂടെ ആയിരുന്നാലും പുറത്തോരേ കാര്യങ്ങൾ വിടുന്നുണ്ട്. വീണ ഒന്നും മറച്ചു വെക്കരുത്, എല്ലാം വന്ന് എന്താണ് കിച്ചുവിന് അവിടെ സംഭവിച്ചത് എന്നുള്ളതെല്ലാം വീണയ്ക്ക് അറിയാം. പക്ഷേ വീണ അത് തുറന്ന് പറയണം. കിച്ചു വീണയെ മോശമായിട്ടുള്ള രീതിക്കാണ് അതിൽ ലൈവിൽ കിച്ചുവിൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇരുന്നും കൊണ്ട്, കൂട്ടുകാരൻ സപ്പോർട്ടായിട്ടിരുന്നും കൊണ്ട് അവർ ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ കിച്ചു പറയണത് അച്ഛൻ മരിക്കണതിന് മുമ്പ് ആ മരണസമയത്തൊക്കെ കിച്ചുവിന് മാനസികമായിട്ടൊരു വിഷമമുണ്ടായിരുന്നു. അത് അച്ഛനുമായിട്ടിരുന്ന് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. ഏറെക്കുറെ മനസ്സിലായി. വോയിസ് റെക്കോർഡുകൾ വീണേരതായിരുന്നാലും വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്ത് വന്നു. രേണുവിനെ അമ്മ അല്ലാത്ത രീതിക്ക് ആണ് അത് രേണു പറഞ്ഞിട്ടുള്ളതായിട്ടും വേറുള്ളവരും ഒക്കെ വെളിയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു സംഭവം ആയിരിക്കാം. കിച്ചു അമ്മ എന്നുള്ള രീതിക്കല്ല അവിടെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെയാണ് പറയണത്. ചിലപ്പം മദ്യപിച്ചിട്ട് വന്നിട്ടായിരുന്നാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച് കാണും. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യൻ 4000 രൂപ സുധിയോ കണ്ട വാങ്ങി, സുധിയോ സുധീരെ വൈഫോ രേഷ്മ തങ്കച്ചനെ അങ്ങനെ എങ്ങാണ്ട് ആരോ വാങ്ങിച്ചു. അപ്പം അതിന് ആ പൈസ അവർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ ഈ രേണു ഒന്നുകിൽ ബ്ലോക്കാക്കിയിട്ട് ഈ മനുഷ്യനെ ബ്ലോക്കാക്കിയിടും. ഈ മനുഷ്യൻ പണത്തിന് വേണ്ടിയിട്ട് പലരുടെയും വാതിലുകൾ മുട്ടി. ഈ കൊടുക്കാനുള്ള പണം 4000 രൂപ ആ ആളിന് വലുതായിരിക്കും. അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞും കൊണ്ട് ഈ മനുഷ്യൻ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണ്. അവർ വന്നിരുന്ന് പറയുന്നു. ഇങ്ങനെ പറയേണ്ട അവസ്ഥ വന്നതിനും കാരണമുണ്ട്. രേഷ്മ തങ്കച്ചൻ ഈ ആളിന് ഈ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അയാളെ ബ്ലോക്കാക്കി കളഞ്ഞ്. ഇപ്പം രേണു ഭയങ്കര കൊമ്പത്ത ആളായിപ്പോയില്ലേ, പഴയതുപോലെ അല്ലല്ലോ. തലയ്ക്കും മീതെ പണമായി. അങ്ങനെ ആയപ്പോൾ രേണു അല്ലാതെ ആയി മാറിക്കഴിഞ്ഞു. അങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കാണാം. തരത്തില്ല എന്ന് പറയുന്നത് അത് മോശമല്ലേ? തരില്ല എന്ന് പറഞ്ഞതും അടിക്കാൻ ആളെ പിന്നെ അമ്മയെ ചെയ്ത് വിളിക്കുന്നത് നമ്മൾ കൊടുക്കായിരുന്നു. ഇനി ആ പൈസ തിരിച്ച് മേടിക്കും. സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്തു പുള്ളിക്കാരുടെ ഫ്രണ്ടിന്. ആ ഫ്രണ്ട് അന്വേഷണം ഒന്നും വീണുമില്ല. ഈ രേണു അടിക്കാൻ ഗുണ്ടകളെ ഇറക്കി. ഈ പാവപ്പെട്ടവന് കൊടുക്കാനുള്ള പണം ചോദിച്ച് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരെ എടുത്ത് എല്ലാ രേഖകളും പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. പുള്ളിക്കാരൻ അതിന് കേസോ അങ്ങനെ കണ്ട ആ വകുപ്പിലൊക്കെ പോയി ഗുണ്ടകളെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇവക്കെന്ത് ഗുണ്ടകളെ ഇറക്കാൻ വയ്യാത്തത്? അവൾക്ക് പണം ഉണ്ടല്ലോ, ഗുണ്ടകളെ വെച്ചിട്ട് കളിക്കാനും ഈ രേണുവിന് പണമുണ്ട്. രേണു പണ്ടത്തെ രേണു അല്ല. ആ സുധി മരിക്കണേന് മുമ്പ് ഒരു അഭിനയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ രേണുവിന് അങ്ങനെ ഉള്ള ഒരു സ്നേഹവും സുധിയോട് ഇല്ലായിരുന്നു. രേണുവിന് വേറെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇനി പാവപ്പെട്ടവൻ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളന്ന് കേൾക്കാം. സ്റ്റേറ്റ്മെന്റ് മൊത്തം കാണിച്ചപ്പോൾ അവർക്ക് ഒരു അനക്കവുമില്ല. ആകും രേണുവിനും ഒന്നുമില്ല, പുള്ളിക്കാരിക്കും ഒരു അനക്കമൊന്നുമില്ല. ഈ അടിക്കാൻ ആളെ വിട്ടത് മാത്രമാണോ? അല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ട്, സൂചിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവര് വിളിച്ച്
പറഞ്ഞിരുന്നു ഇനി രേണുവിനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള കോളുകൾ അങ്ങനെ ഒത്തിരി കോളുണ്ട്. രേണു ഒത്തിരി ആളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. എൻ്റെ ഫോൺ നിറച്ച് ഇങ്ങനെ കോളായിരുന്നു, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഭീഷണിപ്പെടുത്തി. പക്ഷെ അവരോട് പറഞ്ഞത് ചേട്ടൻ ശല്യം ചെയ്യുകയാണെന്നാണല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഈ ശല്യം ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ ഈ റെക്കോർഡിങ് ഈ പൈസ മേടിച്ചിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ എവള് ഗുണ്ടകളെ ഇറക്കിയിട്ട് ആ ഗുണ്ടകളെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് പറയണമെന്ന് തോന്നാണ്, ഓ രേണുവിനെ ശല്യം ചെയ്യരുത്, ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തണം, ഗുണ്ടി വിളയാട്ടോ അയച്ചു കൊടുത്ത് റെക്കോർഡിങ് മൊത്തം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രേണു സ്ക്രീൻഷോട്ട് അയക്കുന്നു, ഇവിടുത്തെ പോകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് അയച്ചു തരുമായിരിക്കും. എവിടെ പോകുന്നുണ്ടെങ്കിൽ രേണു ചേട്ടൻ ഫോട്ടോ അയച്ചു തരും. ബസ്സിലിരിക്കുന്ന ബസ്സിന്റെ ഫോട്ടോ അയച്ചു തരും, ബസ് സീറ്റിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തരും. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായത്? വേറെ കാര്യം, രേണുവിന്റെ ഒരു മൂത്ത മോനെ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടില്, സൂര്യന്റെ ബൈക്ക്. പ്രശ്നമൊന്നുമല്ല, മുമ്പൊക്കെ നല്ല കാര്യമായിരുന്നു, ഈ ആളുമായിട്ട് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. സുധീര മകൻ കിച്ചു രേണുവിനെ വാക്കല്ലാത്ത രീതിക്ക് നോക്കണം, അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ രേണു ഈ ആളിനോട് പറയുമായിരുന്നെന്നാണ് പറയണത്. ചിലപ്പോൾ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ എന്താണെന്ന്. അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പം അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന കൂടുതൽ വിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയല്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണ് ഞാൻ ഒത്തിരി സംസാരമായി. പിന്നെ അവർക്ക് പറഞ്ഞു, നോബിച്ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഇവിടെ നിർത്താൻ കൊള്ളൂല, അവൻ്റെ നോട്ടം ശരിയല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങ് അച്ചാമ്മേരെ വീട്ടിൽ, അതായിരിക്കും കിച്ചു തുറന്നു പറയാതെ ആ ലൈവിൽ പറയുന്നുണ്ട്, എനിക്കൊരു വിഷമം ഉണ്ടായി, അച്ഛൻ മരിച്ച സമയത്തൊക്കെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പൊക്കെ അത് പരസ്പരം പറഞ്ഞു എങ്കിലും മരിച്ചതിന് ശേഷവും ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു വേദന മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം രേണുവിൻ്റെ അമ്മയും അച്ഛനും പയ്യനെ കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. എനിക്ക് ഒരു ഡൗട്ടുള്ളത്, രേണു ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിലാണെന്ന് തോന്നുന്നു. രേണു പറയുന്നുണ്ട്, കിച്ചു വന്ന് വ്ളോഗ് എടുത്തല്ലോ രേണുവിൻ്റെ വീട്ടിൽ. അതിനുശേഷം രേണു കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് എന്തോ കിച്ചുവിനെ കാണുമ്പം എനിക്ക് സുധിച്ചേട്ടൻ്റെ ഓർമ്മ വരും, എന്തോ എനിക്കതൊരു പ്രത്യേകതയാണ്, എനിക്ക് സുധിച്ചേട്ടനെ പോലെയാണ് എന്ന് രേണു ചിരിച്ചും കൊണ്ട് രേണു 2-3 പ്രാവശ്യം പറഞ്ഞു. ഇനി എന്താണ് ഇവർക്ക് ഇടയിലുള്ളതെന്ന് നമുക്കറിയാൻ വയ്യ. ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ രേണു ചോദിച്ചു, രേണു പറഞ്ഞാൽ അവിടെ അവരുടെ ഒരു ബന്ധുവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരാളെ കൊണ്ട് നമ്പർ ഒപ്പിച്ച് ചേട്ടനെ നമ്മൾ നോബിച്ചേട്ടനെ വിളിച്ചു. അന്ന് രാത്രി ഒരു 2 മണിയായപ്പോഴും രേണു എന്നെ വിളിച്ച് പറയുന്നു, ഫോൺ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നു, നോബിച്ചേട്ടനെ വിളിച്ചാന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നീ ഇങ്ങനെ അറിഞ്ഞു നോബിച്ചേട്ടനെ വിളിച്ചതാണ്? അപ്പോൾ അത് കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് നോബിച്ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്. അപ്പം നോബിച്ചേട്ടൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഈ സംഭവങ്ങൾ അറിയാൻ ചോദിച്ചു. അപ്പോൾ നീ കള്ളം പറഞ്ഞാലും ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല പുള്ളിക്കാരിക്ക്. പിന്നെ എൻ്റെ പറഞ്ഞ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴേ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ടന് ഗവൺമെൻറ് എംപ്ലോയിയല്ലോ ജോലി കിട്ടേ, ഗവൺമെൻറ് എംപ്ലോയിയെ കിട്ടത്തുള്ളൂ എന്നൊക്കെ കുറേ പറഞ്ഞു. അതൊന്നും പുള്ളിക്കാരെ സമ്മതിക്കുന്നില്ല, അതൊന്നും കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദാരിദ്ര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ, കഷ്ടത, മോൻ്റെ കാര്യങ്ങൾ, മോന് ടോയ്സ് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. ദാരിദ്ര്യങ്ങൾ ഫുള്ള് രേണു ദാരിദ്ര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യനെ വിളിക്കുമായിരുന്നു മുമ്പ്, സുധി മരിച്ച സമയത്തായിരിക്കാം, വിളിച്ച് ദാരിദ്ര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ദാരിദ്ര്യങ്ങൾ പറയുകയും ചെയ്യും. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണം മേടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയണ ഈ പണം മേടിച്ചവരെല്ലാവരും അതിൻ്റെ രേഖകളുമായിട്ട് വരണം. ഇപ്പം ഇവക്ക് ഈ രേണുവിന് ഇപ്പം കണ്ടമാനമുണ്ട്. വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുള്ളതായിട്ട് ചേട്ടൻ അറിയോ? അതായത് ഇതുപോലെ ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഒത്തിരി ഒന്നുണ്ട്. സുധീട്ട ഒത്തിരി ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. കുറച്ച് പേർക്ക് അറിയാം, 2-3 പേർക്ക് അറിയാം. അപ്പം അവർ ആ പൈസ എല്ലാം വേണ്ടെന്നാണ്, സുധീട്ടിന് കൊടുത്ത പൈസ ആക്കും, അത് വേണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ വിചാരിക്കാലോ? അങ്ങനെ ഞാൻ
സുധി ഒരുപാട് പേരിൽ നിന്ന് ഇതുപോലെ പൈസ മേടിച്ചിട്ടുണ്ട്, ഒരുപാട് പേരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ സുധി ഇപ്പം ആ ആളുകൾ പറയണത് സുധിക്ക് കൊടുത്ത പൈസ വേണ്ട എന്നാണ് പറയണത്. കിച്ചു പറയുന്നുണ്ട് സുധി വാങ്ങിച്ചത് കൊറോണ സമയത്ത് പട്ടിണിയായിരുന്നു, എല്ലാ എണ്ണം കൂടെ അവിടെ കോട്ടയം വീട്ടിൽ ഇടിച്ചു കയറി കിടന്ന് രേണുവിൻ്റെ അമ്മയും അച്ഛനും രേണുവിൻ്റെ ചേട്ടത്തിയും ചേട്ടനും മക്കളും എല്ലാ എണ്ണം ഇടിച്ചു കയറി കിടന്ന് തിന്നത് കൊണ്ടാണ് ഇത് ഇത്രയും അച്ഛന് കടം വന്നതെന്നാണ് പറയണത്. അയാൾ എന്ന് പറഞ്ഞാൽ പല ഈ സുധി എന്ന് പറയണത്, സുധി ഇപ്പോൾ 1-2 സ്ത്രീകളുടെ അല്ല 16 എണ്ണോ അല്ല ഇപ്പം രംഗത്ത്. വീണേരെ വോയിസൊക്കെ പുറത്ത് വന്നായിരുന്നു. പെൺകുട്ടികളെ തിരുവനന്തപുരത്തുള്ള ഏതോ പെൺകുട്ടികളെ ഡാൻസ് പഠിക്കാൻ വരണേനെയും ബൈക്കിൽ കയറ്റിയിരുത്തി അങ്ങനെയും പോകുമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടാണ് വീണേരെ ജീവിതം തകർന്നത്. ഇയാൾ ഒരുപാട് സ്ത്രീകളെയും കൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നെന്നാണ് പറയണത്. ഇയാളൊരു പൂവൻ കോഴിയായിരുന്നു. അല്ല, അങ്ങനെ ഈ പുള്ളിക്കാരി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൈസ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരെ മേടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു അനക്കവും ഇല്ല, പുള്ളിക്കാരി ഒരു അനക്കവും ഇല്ല. രേണു ഗുണ്ടകളെയും കൊണ്ട് അടിക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ഈ 4000 രൂപ പാവപ്പെട്ട മനുഷ്യന് മേടിക്കും എന്നാണ് പറയണത്. പോലീസ് സ്റ്റേഷനിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തും കൊണ്ട് ഈ ക്യാഷ് മേടിക്കും എന്നാണ് പറയണത്. രേണു കൊടുക്കണം, ദന്തേരി ഗുണ്ടാളിറക്കണതിന് നീ കടം മേടിച്ച പൈസ അല്ലേ, കടം മേടിച്ചിട്ട് മേടിക്കുന്ന സമയത്ത് ഇരുന്നും കൊണ്ട് ക്ലാച്ച് വെച്ച് തിന്നിട്ട് ഇപ്പം എന്തിനാണ് ഇരുന്നും കൊണ്ട് കൊടുക്കൂല എന്ന് പറയണത്. 3 വർഷം കൊണ്ട് പുള്ളിക്കാരി എന്നെ അറിയാം. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് പോലും പുള്ളിക്കാരെ ആരുടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ വിനു അടിമാലി, നോബിക, തങ്കച്ചന്, പിന്നെ ഒത്തിരി പേർക്ക് അറിയാം. പിന്നെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ എല്ലാവരും വീട്ടിൽ എടുത്തുന്ന കരച്ചിലും വിളിയും കാര്യം ലക്ഷ്മി നസർ വീട്ടിൽ പോകണമെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഷൂട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് എന്തൊരു ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട, അവിടെ പോയി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോയി വന്നു. ചേട്ടൻ ഇങ്ങനെ കുട്ടികൾക്ക് ടോയ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ വീട്ടിൽ? ഞാൻ പൈസ അയച്ചു കൊടുക്കാറുള്ളൂ, അത് മേടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞാൻ 2 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല. ലാസ്റ്റ് പുള്ളിക്കാരെ അമ്മയും അച്ഛനും വിളിച്ചപ്പോഴാണ് പോയത്. പിന്നെ പുള്ളിക്കാരെ പാമ്പാടിയിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞു, അച്ഛനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചെന്ന പള്ളിയിട്ടായിപ്പോയി, പള്ളി നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടക്കത്തിന്റെ സമയത്തും പോകാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്ക് ഓപ്പറേഷനായിരുന്നു ആ സമയത്ത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പൈസ അയച്ചു കൊടുക്കും. അത്ര നമുക്ക് മേടിച്ചാൽ ഇപ്പോഴും അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, പൈസ അങ്ങനെ കൊടുക്കാറേ ഉള്ളൂ. പിന്നെ അതിനുശേഷമാണ് ഈ പുള്ളിക്കാരി ചീത്ത വിളിയും കാര്യങ്ങളും ഫോണിൽ കൂടെ ഫേമസ് ആയതിനു ശേഷം. പുള്ളിക്കാരിക്ക് ചീത്ത വിളിക്കാൻ പറ്റാത്ത, പുള്ളിക്കാരി എല്ലാവരെയും മേടിച്ച് വെക്കും, പക്ഷെ തിരിച്ചു കൊടുക്കണം, പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ചീത്ത വിളിക്കും. നമ്മുടെ രേഷ്മ തങ്കച്ചൻ ചീത്ത വിളിക്കും. ഇത് സ്ഥിര അടവാണ് അവരാ. തിരിച്ച് പൈസ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചീത്ത വിളിക്കുന്നത്. കൊള്ളാലോ രേഷ്മ തങ്കച്ച. അല്ല, അതിന് മുമ്പ് കുറച്ച് ഈ ഇടക്കാലത്ത് ഈ പുള്ളിക്കാരി ഇതിൻ്റെ വരുന്ന മുമ്പ് പിന്നെ ഞാൻ ഒരു ആൽബം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാടൻ പാട്ട്. ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് പുള്ളിക്കാരി ആൽബം ചെയ്യാൻ. അപ്പോൾ 25,000 കൊടുക്കുമെന്ന് പറഞ്ഞേ. അവരിപ്പോൾ എല്ലാം പറഞ്ഞ് ഇത് സമയത്താണ് ഈ പുള്ളിക്കാരി ഞാനായിട്ട് വഴക്കാവുന്നത്. പിന്നെ ഒരു നാടൻ പാട്ടിന് കൂടെ വിളിച്ചപ്പോൾ 25,000 കൊടുക്കാൻ, 25,000 കിട്ടുക. അതുപോലെ ഇൻ്റർവ്യൂ എന്തുമാത്രം കൊടുത്ത് ഇതിനത്രയും ഈ രേഷ്മ തങ്കച്ചിന് പണം കിട്ടണം. അതുപോലെ റീൽസിലൂടെ ആയാലും നാടകത്തിലൂടെ ആയാലും ഷോർട്ട് ഫിലിം ആയിരുന്നാലും ഇപ്പം ഫിലിമിൽ കയറി എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല വരുമാനമാണ്. പിന്നെ കൊടുത്തൂടെ? ഈ ആളുകളെ പണവും മേടിച്ച് തിന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ശാപം ഏറ്റുവാങ്ങിയുണ്ടല്ലോ, നന്നായിരിക്കും. പുള്ളിക്കാരൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെയും പറയുന്നുണ്ട്. അവരെ ഈ പണം വാങ്ങിച്ചതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ കിച്ചുവിന് നല്ല ഭയമുണ്ട്. രേണു പുറത്ത് വിടും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് കിച്ചു രേണുവിനെ ഒന്നും പറയാത്തതിൻ്റെ കാര്യം. കിച്ചു രേണുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ പറയുന്നത് വീണയെക്കുറിച്ചാണ്. വീണയെക്കുറിച്ച് വീണയുടെ കാര്യം കിച്ചു പറഞ്ഞാൽ അങ്ങേയറ്റം പറയും, പറഞ്ഞാൽ എല്ലാം വിളിച്ച് പറയും. ലൈവിൽ ഓരോന്നങ്ങ് പറയണം. വീണ എല്ലാം തുറന്ന് പറയണം. കിച്ചുവിന് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നെല്ലാം വീണ വെളിപ്പെടുത്തണം. കിച്ചു രേണുവിനെ വേറൊരു രീതിക്കാണ് നോക്കണമെന്നും കിച്ചു നല്ല മദ്യപാനിയായിരുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്തായാലും കിച്ചു ഒളിച്ചു വെക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം വീണ വന്ന് രംഗത്ത് പറയുന്നതാണ് നല്ലത്. അതെന്തായാലും വെളിപ്പെടുത്തുന്നതാണ് നല്ലത്.